السلام عليكم ورحمة الله وبركاته. الحمد لله الصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله أما بعد. മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ റജബിന്റെ അവസാന ദിനരാത്രങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. റജബ് 27 വലിയ പവിത്രമായ ദിവസമാണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയുന്ന വസ്തുതയാണ്. കാരണം ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് മക്കയിൽ താമസിക്കുന്ന സമയം അവിടുത്തെ 52ാമത്തെ വയസ്സിൽ ഹിജ്റയ്ക്ക് തൊട്ട് മുമ്പ്, മദീനയിലേക്കുള്ള ഹിജ്റയ്ക്ക് തൊട്ട് മുമ്പ് അള്ളാഹുവിന്റെ സമക്ഷത്തിലേക്ക് ഇസ്റാഉം മിഅ്റാജും നടത്തിയ രാത്രിയാണ്. അതിന്റെ പകല് വലിയ പവിത്രതയുണ്ട്. ആ രാത്രിയിൽ 27ാം രാവ്, റജബ് മാസം 27ാം രാവിൽ, അതായത് ഈ വർഷം 2024 ഫെബ്രുവരി 7-ാം തീയതി രാത്രിയിൽ, 8-ാം തീയതി നോമ്പ് പിടിക്കണം, 7-ാം തീയതി രാത്രിയിൽ മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട് 12 റക്അത്ത് നമസ്കരിച്ചുകൊണ്ട് അള്ളാഹുവിനോട് പ്രത്യേകമായി അവിടുന്ന് ദുആ ചെയ്താൽ അവന്റെ ആഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സഫലീകരിച്ചു കൊടുക്കും എന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്. അവിടുന്ന് ഓരോ റക്അത്തിലും ഫാത്തിഹയും ഇഖ്ലാസും ഓതി നാം 12 റക്അത്ത് നിസ്കരിച്ച് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അസ്തഗ്ഫിറുല്ലാഹൽ അലീം അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ഈ മൂന്ന് ദിക്റുകളും തസ്ബീഹും ഇസ്തിഗ്ഫാറും സ്വലാത്തും ഇവ മൂന്നും 100 തവണ വീതം ചൊല്ലി 27ന്റെ പകൽ അനുഷ്ഠിക്കുകയും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മനം നൊന്ത് റബ്ബിനോട് പ്രാർത്ഥിക്കുകയും ചെയ്താൽ തീർച്ചയായും അല്ലാഹുവിന്റെ സഹായം അവനിക്ക് ലഭിക്കുമെന്ന് മഹാന്മാർ ഖസീനത്തുൽ അസ്റാർ പോലെയുള്ള കിതാബുകളിൽ അവിടുന്ന് പറയുന്നതായി കാണാൻ സാധിക്കും. അതുകൊണ്ട് ഈ അവസരം പരമാവധി ഉപയോഗപ്പെടുത്താൻ നാം ഓരോരുത്തരും ശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങളും ദുരിതങ്ങളും വിഷമങ്ങളും പേറി നടക്കുന്നവരാണ് നാം ഓരോരുത്തരും. അതുകൊണ്ട് അതിൽ നിന്നൊക്കെ മോചനം കിട്ടാൻ ഇങ്ങനെയുള്ള പവിത്രമാക്കപ്പെട്ട മഹത്തായ ദിനരാത്രങ്ങൾ വരുമ്പോൾ അതിനെ പരമാവധി ഉപയോഗപ്പെടുത്താൻ നാം ഓരോരുത്തരും തയ്യാറാകണം. അല്ലാഹു തആല അതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നാളത്തെ ദിവസം നോമ്പനുഷ്ഠിക്കുവാനും 27ന്റെ അന്ന്, റജബ് 27ന്റെ അന്ന് നോമ്പനുഷ്ഠിക്കുവാനും ഓരോരുത്തരും ശ്രദ്ധയിലുണ്ടാകണം. മിഅ്റാജിന്റെ സുന്നത്ത് നോമ്പിനെ കരുതുന്നതോടൊപ്പം വ്യാഴാഴ്ചയുടെ സുന്നത്ത് നോമ്പ് കൂടി കരുതാൻ ആരും മറന്നുപോകരുത്. അതുപോലെ തന്നെ ഖളാ ഉള്ള നോമ്പിനെയും അതോടൊപ്പം കരുതാൻ, ഓർമ്മയോടെ കരുതാൻ, നിയ്യത്ത് ചെയ്യാൻ ഓരോരുത്തരും തയ്യാറാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നിസ്കാരങ്ങളും നോമ്പുകളും ദിക്റുകളും എല്ലാം അല്ലാഹു സ്വീകരിക്കട്ടെ. നമ്മുടെ പ്രാർത്ഥനകൾക്കൊക്കെ അല്ലാഹു ഇജാബത്ത് നൽകുമാറാകട്ടെ. നമ്മുടെ ഉദ്ദേശങ്ങളെല്ലാം അല്ലാഹു സാധിപ്പിച്ചു തരട്ടെ. അല്ലാഹു തആല നമ്മുടെ ബുദ്ധിമുട്ട് പ്രയാസങ്ങളൊക്കെ അല്ലാഹു മാറ്റിത്തരുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.